സർ, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ വിജയം കോൺഗ്രസിനും UDF-നും നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. ഇപ്പോഴിതാ കോൺഗ്രസ് പുതിയ പരീക്ഷണത്തിന് ഒരുങ്ങുകയാണ്. ചെറുപ്പക്കാരെ കൂടുതലായിട്ടും പാർലമെൻ്ററി രംഗത്തേക്ക് ഇറക്കാൻ പോവുകയാണ്. വരുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് വേണ്ടി പോർക്കളത്തിൽ ഇറങ്ങുന്നത് യുവരക്തമാണ്. എന്താണ് സാർ ഇതിൻ്റെ വിശദാംശങ്ങൾ? കോൺഗ്രസ്സുകാർ നിലമ്പൂരിൽ നിന്ന് ഫുൾ ടാങ്ക് ഇന്ധനം അടിച്ചിരിക്കുക. ടോപ്പ് ഗിയറിലേക്ക് അങ്ങ് 5 കൊല്ലത്തേക്ക് ടോപ്പ് ഗിയറിലേക്ക് അങ്ങ് കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇനിയിപ്പോൾ ഈ കടൽ കിഴവന്മാരെ എല്ലാം എടുത്ത് കളയണമെന്ന്. കാരണം യുവരക്തം വരട്ടെ, കാലം മാറിയില്ലേ, പുതിയ വോട്ടർമാർ തന്നെ വളരെ കൂടിയിട്ടുമുണ്ട്. അപ്പോൾ അവർക്ക് ഈ പഴഞ്ചൻ രീതിയിലുള്ള കക്ഷത്തിൽ ഡയറി ഇടുക്കി പിഞ്ചുപോയ കതറ് വിട്ട് നടക്കുന്ന രാഷ്ട്രീയക്കാരെയൊന്നും അല്ല ആവശ്യം. ശശി തരൂരിനെ പോലുള്ള, തരൂർ കോൺഗ്രസിനകത്ത് ഇങ്ങനെ വരുമെന്നല്ല പറയുന്നത്, അല്ലെങ്കിൽ മാത്യു കുഴൽനാടനെ പോലെയൊക്കെയുള്ള, അല്ലേ, ഷാഫി പറമ്പില്, PC വിഷ്ണുനാഥ്, രാഹുൽ മാങ്കൂട്ടത്തില്, അങ്ങനെ ഒരു നിരയുണ്ട്. അവരിലേക്കായിരിക്കും പോകുന്നത്. അത് കോൺഗ്രസ് ഇപ്പം മനസ്സിലാക്കുന്നുണ്ട്. കോൺഗ്രസ് സാധാരണ അവർ അത്ര കൃത്യമായിട്ടത് എടുക്കാറില്ല. നമുക്കറിയാവുന്നതല്ലേ, പാർലമെൻറ്റിൽ ഒരു MP നമ്മുടെ കേരളത്തിൽ നിന്നുള്ള മാവേലിക്കര മണ്ഡലത്തിൽ നിന്ന് ജയിച്ചുകൊണ്ടിരിക്കുന്ന 8 or 9 തവണ നമ്മുടെ കൊടിക്കുന്നിൽ അദ്ദേഹം 8 തവണയായിട്ട് MP, എന്നിട്ട് അതും പോരാഞ്ഞിട്ട് KPCC പ്രസിഡന്റ് ആകാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങി. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ ജാതിക്കാടങ്ങ് എടുക്കും. ഇതാണ് പരിപാടി. അപ്പൊ ഇവരെയൊക്കെ തള്ളിക്കളയേണ്ട കാലം കഴിഞ്ഞു പോയി. അപ്പൊ കോൺഗ്രസ്സുകാരെന്തായാലും അങ്ങ് ഒരുങ്ങുകയാണ്. ശരിക്കും പുതിയ തലമുറയെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു ശൈലിയിലേക്ക് കോൺഗ്രസ് മാറിയിരിക്കുകയാണ്. അതിനുവേണ്ടി അവര് ഈ പറഞ്ഞ നിരയൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക്, കോൺഗ്രസിലെ ഒരു അഭിജിത്ത്, അതുപോലെ തന്നെ ഈ അബിൻ വർക്കി, പിന്നെ PC വിഷ്ണുനാഥ്, ഇവരൊക്കെ വളരെ രാഹുൽ മാങ്കൂട്ടത്തില്, ഇവർക്കൊക്കെ തന്നെ പലർക്കും ഇപ്പോൾ ഔദ്യോഗികമായിട്ടല്ല അനൗദ്യോഗികമായിട്ട് മണ്ഡലം കൊടുത്തിരിക്കുകയാണ്. അവിടം കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്തിക്കൊള്ളാൻ. ഇനി അത് ഇപ്പോൾ AICC നേരിട്ടാണ് കാര്യങ്ങൾ ഇടപെടുന്നത്. അനൗദ്യോഗികമായിട്ട് അങ്ങ് പറഞ്ഞിരിക്കുകയാണ്, മണ്ഡലത്തിലേക്ക് പൊക്കോളുക, അവിടെ അത് കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടുക എന്ന് പറയുന്നുണ്ട്. ഇത് കണ്ടിട്ടെന്നല്ല, CPM-ഉം കുറച്ചു കാലമായിട്ട് ചെറുപ്പക്കാരെ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ CPM-ലേക്ക് കൊണ്ടുവരുന്ന ഈ യുവ നേതൃത്വം മുഴുവൻ ചാവേറുകളാണെന്നുള്ളതാണ് നമുക്കറിയാം. ആദ്യം ഒരു 6 പേരുണ്ട്. 6 പേരും ഇതുപോലെ മത്സരിക്കാൻ റെഡിയായിട്ട് ഇങ്ങനെ ഓരോ മണ്ഡലങ്ങളിലും ഇങ്ങനെ വട്ടം ചുറ്റി നിൽക്കുകയാണ്. ആദ്യത്തെ ആളിനെ പറഞ്ഞാൽ നമ്മുടെ ഡബിൾ റഹീം 2026 രാജ്യസഭ കാലാവധി അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ പിണറായിയെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കുകയാണ് ഏതെങ്കിലും മണ്ഡലത്തിൽ എന്ന് പറഞ്ഞാൽ. നേരത്തെ റഹീം ഇവിടെ മത്സരിച്ച് പരാജയപ്പെട്ടതാണ്, ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും. വർക്കല നിന്ന് വളരെ ദയനീയമായി പരാജയപ്പെട്ടു. അവരൊക്കെ രാവിലെ 8 മണിക്ക് തോക്കുമെന്നേ, അതിന് മാറ്റമില്ലാത്ത കാര്യമാണ്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ എവിടെയെങ്കിലും ആയിരിക്കും ഈ റഹീം മത്സരിക്കാൻ തയ്യാറെടുക്കുന്നത്. അപ്പം റഹീമിന് എന്ന് പറഞ്ഞാൽ വലിയ പാർലമെന്റിനെ വിറപ്പിച്ച ഇംഗ്ലീഷ് പ്രസംഗമാണ്, അല്ലേ? വിദേശ സർവകലാശാലകളൊക്കെ റഹീമിന്റെ ഇംഗ്ലീഷ് പഠിക്കാനൊക്കെ ആയിട്ട് ആൾക്കാരെ വിട്ടു എന്നാണ് പറയുന്നത്. ഇനി അതൊന്ന്, പിന്നെ അടുത്തത് ചിന്തോ ജെറോമാണ്. യുവജന കമ്മീഷൻ ജിമിക്കി പ്രഭാഷണം നടത്തിയ പൊതിച്ചോറ്, ക്യാമ്പസിന്റെ പൊതിച്ചോറ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. അത് നോട്ട വിട്ടിരിക്കുന്നതെന്ന് അറിയാം. കൊല്ലം മണ്ഡലം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നോക്കിയതാണ്, അവിടെ മത്സരിക്കാനായിട്ട് കിട്ടിയില്ല. പക്ഷെ ഈ കൊല്ലം മണ്ഡലത്തിലുള്ള ഇപ്പോഴത്തെ MLA ഉണ്ടല്ലോ, അവിടുത്തെ വോട്ടർമാർ തലയെ കൈവച്ച് വിളിച്ചുകൊണ്ടിരിക്കുക, ഈ MLA ഒന്ന് തിരിച്ചു വിളിക്കൂ എന്നും പറഞ്ഞത്. 2016 MLA തിരിച്ചു വിളിക്കൂ, മണ്ഡലത്തെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് അവിടെ ഒന്നും കാണാനില്ല. നിയമസഭയിലും വരാറില്ല. പുള്ളി ആകെ കാണുന്ന TV-യിലാണ്. ബഡായി ബംഗ്ലാവ് അതിൽ പോയിരിക്കുകയാണ്. അതിലൊക്കെ പൊക്കോട്ടെ, അതിൽ പോകുന്ന ആള് രാഷ്ട്രീയ MLA എന്ന് പറഞ്ഞ MLA ആയിരിക്കണം. മണ്ഡലത്തിന്റെ ഒപ്പം ഉണ്ടാകണം.
അപ്പോൾ 26 മുകേഷിന് അവിടെ സീറ്റ് കൊടുക്കില്ല. CPM-ന്റെ കയ്യിൽ നിന്ന് അവിടെ പോയി. പ്രത്യേകിച്ച് പാർലമെന്റിൽ NK പ്രേമചന്ദ്രന്റെ പ്രവർത്തനം മുഴുവൻ ആ മണ്ഡലത്തെ UDF-ന് അനുകൂലമാക്കി അങ്ങ് നിർത്തിയിരിക്കുകയാണ്. ഈ മുകേഷിനെ അതും പോരാ. സാറേ 2006-ലും 2011-ലും 2016-ലും 2021-ലും, അതായത് 6-ല് PK ഗുരുദാസൻ വർക്കലയിൽ 2001-ൽ തോറ്റപ്പോൾ ഇങ്ങോട്ടേക്ക് മാറി. ഈ 2006-ൽ അദ്ദേഹം വിജയിച്ചു, മന്ത്രിയായി. 2011-ൽ അദ്ദേഹം ജയിച്ചു, അന്ന് പ്രതിപക്ഷത്തായിരുന്നു. 2016-ൽ മുകേഷ് ആദ്യമായിട്ട് മത്സരിക്കുന്നു. ആ PK ഗുരുദാസന്റെ പ്രവർത്തന മികവ് കൊണ്ട് മണ്ഡലത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ, അതിന്റെ അടിസ്ഥാനത്തിൽ ജനം വീണ്ടും LDF-ന് തന്നെ വോട്ട് ചെയ്തു, അങ്ങനെ ജയിച്ചു. 2021 വന്നപ്പോൾ ഈ കോവിഡിന്റെ ഒക്കെ എഫക്റ്റ് ആയിരുന്നു. അങ്ങനെ ഈ പറഞ്ഞതുപോലെ ഒരു പൊതുവെ സംസ്ഥാനം മുഴുവനും പിണറായി ഭരണത്തിന് ഒരു ഒത്താശ പാടി, അങ്ങനെ കൊല്ലത്ത് വീണ്ടും ജയിച്ചു. ഈ PK ഗുരുദാസൻ എവിടെ നിൽക്കുന്ന ആളാണ്? എക്സൈസ് വകുപ്പ് മന്ത്രിയായിട്ടിരുന്നു. 5 പൈസയുടെ അഴിമതി ഉണ്ടോ? വളരെ സംശുദ്ധനായ പാർട്ടിയാണ് അദ്ദേഹത്തിന് വീട് വെച്ചു കൊടുത്തത്. അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ്. ഞാൻ കൊല്ലത്തുണ്ടായിരുന്നപ്പോൾ എനിക്കറിയാം. ഞാൻ കൊല്ലത്ത് ജോലി ചെയ്യുന്ന കാലത്ത് പത്രസമ്മേളനത്തിനൊക്കെ അദ്ദേഹം വരുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ വളരെ ലാളിത്യത്തോടു കൂടി പെരുമാറുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ്, നല്ല കമ്മ്യൂണിസ്റ്റാണ്. VS പക്ഷക്കാരൻ. അപ്പം ഈ മുകേഷിന് അവിടെ സീറ്റ് കൊടുക്കില്ല 21-ൽ ഉറപ്പാണ്. അല്ല 26-ല്. ഇത് പോരാഞ്ഞിട്ടാണ് മുകേഷിനെ അതിനിടയ്ക്ക് 24-ൽ കൊണ്ടുപോയി പ്രേമചന്ദ്രനെതിരെ നിർത്തിയത്. അത് മുകേഷിന് മനസ്സിലാക്കാൻ കഴിവില്ലയോ എന്ന് ഞാൻ ആലോചിക്കുക. CPM അങ്ങ് ചാവേറാക്കി വിട്ടതാണത്. വേറെ ആളില്ലായിരുന്നു അവിടെ മത്സരിക്കാൻ. പിന്നെ അപ്പൊ ചിന്തോ ജെറോം ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ചിന്തോ ജെറോമിനെ ഇറക്കി കഴിഞ്ഞാൽ പിന്നെ എതിർ പാർട്ടിയിലുള്ള സ്ഥാനാർത്ഥിക്ക് ജയിച്ചു കയറാൻ എളുപ്പമായിരിക്കും. വലിയ അധ്വാനം വേണ്ടി വരത്തില്ല. ഇനി അവിടെ കാണും കോൺഗ്രസ്സുകാർ ബിന്ദു കൃഷ്ണനെ ഇറക്കുമെന്നുള്ളതാണ് അറിയാൻ വയ്യാത്തത്. ബിന്ദു കൃഷ്ണ അവിടെ തുടർച്ചയായിട്ട് തോറ്റുകൊണ്ടിരിക്കുകയാണല്ലേ. പിന്നെ അടുത്ത 2011-ൽ ചാത്തന്നൂർ മത്സരിച്ചു, തോറ്റു. 2016-ൽ ഈ കൊല്ലത്ത് വന്ന് മത്സരിച്ചു, തോറ്റു. 2021-ലും മത്സരിച്ചു, തോറ്റു. ഇനി അടുത്തത് സാമാന്യം നല്ല നിലയിൽ തോറ്റുകൊണ്ടിരിക്കുന്ന ജെയ്ക് സി തോമസ് എന്ന് പറയുന്ന ഏറ്റവും വലിയ ചാവേറാണ്. മത്സരിച്ച എല്ലാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം തോറ്റു. അതെ, അദ്ദേഹത്തിന്റെ എതിരാളിയായിട്ട് നിന്നത് അച്ഛനെയും മകനോടും തോറ്റിട്ടുണ്ട്. അച്ഛനോടും മകനോടും തോറ്റ റെക്കോർഡാണ്. അതെ, എന്നിട്ട് ചാനലിൽ വന്നിരുന്ന് ചർച്ചിക്കുമ്പോൾ എതിരാളികളുടെ ഈ വാക്കുകളെല്ലാം കേട്ട് ബബ്ബ അടിച്ചു പോകുന്നതിൽ ഒരാളാണ്. ഒരിക്കൽ നമ്മൾ അഡ്വക്കേറ്റ് ജയശങ്കർ ജയിക്കിനെ എടുത്ത് കൊടുക്കുന്ന കാഴ്ച കണ്ടു. അത് പിന്നെ ഒരു ഉളുപ്പുമില്ലാതെ അതൊക്കെ കേട്ടോണ്ടിങ്ങനെ ഇരിക്കുമെന്ന്. അതിന് മറുപടി കൊടുക്കാൻ കഴിയത്തില്ല. അതുപോലെയാണ് ജയിക്കിന്റെ ചേട്ടനാണ് ഈ ഡബിൾ എ റഹീം. ഇതെല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. പിന്നെ അപ്പോൾ സാമാന്യം നല്ല നിലയിൽ വീണ്ടും തോക്കും. ഇനിയിപ്പം 3 പ്രാവശ്യം 3 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് തോറ്റിട്ടുണ്ട്. ആരെ? ഇദ്ദേഹം ജയിക്ക് 2016-ലും 2021-ലും പിന്നീട് നടന്ന ചാണ്ടി ഉമ്മൻ ഉപതെരഞ്ഞെടുപ്പിലും. ഇനിയപ്പോൾ മത്സരിക്കാൻ ഇറക്കുമോ എന്നുള്ളത് അറിയില്ല. പാർട്ടിയുടെ രീതി അനുസരിച്ച് 2 പ്രാവശ്യത്തിൽ കൂടുതൽ തോൽവി ഏറ്റുവാങ്ങിയാൽ സീറ്റ് കൊടുക്കില്ല എന്നുള്ളതാണ്. പിന്നെ എങ്ങനെയെങ്കിലും രാജ്യസഭയിലേക്ക് ഇത്രയൊക്കെ മത്സരിച്ചതല്ലേ, തോറ്റതല്ലേ, അതുകൊണ്ട് രാജ്യസഭയിലേക്ക് ഒരു സീറ്റ് കൊടുത്ത് കയറ്റിവിടും. അടുത്തത് CPM-ൽ വരുന്നത് പ്രധാനപ്പെട്ട ഒരാളാണ് കേട്ടോ, നമ്മുടെ മഹാനായ ആർഷോ. ഡിഗ്രിയൊക്കെ പിന്നെ ക്ലാസ്സിൽ പോകാതെ അറ്റൻഡൻസ് ഇല്ലാതെ പരീക്ഷ എഴുതാതെ ഡിഗ്രി നേടുന്ന പ്രതിഭാസം. പിന്നെ എറണാകുളം കേന്ദ്രീകരിച്ച് ഒരു ചാനൽ ചർച്ചകളിലൊക്കെ ഇരിക്കുന്ന ഒരാളുണ്ട്, അരുൺകുമാർ, KS അരുൺകുമാർ, അഡ്വക്കേറ്റ് ആണ്. അത് ചാനൽ ചർച്ചകളിൽ മാത്രം വന്ന് ചാവേറായി. അദ്ദേഹത്തിനെ നേരത്തെ തൃക്കാക്കരയിൽ നിർത്തി ചാവേറാക്കാൻ CPM ആലോചിച്ചതാണ്. അപ്പോഴാണ് മറ്റേ ഡോക്ടറെ കിട്ടിയത്. പിന്നെ അത് കഴിഞ്ഞ് വരാൻ പോകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, പിന്നെ ആര്യ രാജേന്ദ്രൻ, നമ്മുടെ തിരുവനന്തപുരത്തിന്റെ മേയറാണ്. എന്തെല്ലാം കാര്യങ്ങൾ ആ ഓൾ സയൻസ് കോളേജിൽ ഇരിക്കുമ്പോഴാണ് സഹാക്കന്മാർ പോയി പിടിച്ചോണ്ട് വന്നപ്പോ മേയറായിക്കോളൂ എന്ന് പറഞ്ഞത്. ഈ ആര്യ രാജേന്ദ്രന് കൊടുക്കാനിട്ടിരിക്കുന്ന മണ്ഡലം ഏതാണെന്നറിയാമോ? നേമം. മന്ത്രി ശിവൻകുട്ടിയുടെ മണ്ഡലം. അപ്പോൾ ആര്യ രാജേന്ദ്രനെ ഇറക്കിയാൽ ആ മണ്ഡലം അങ്ങ് നിലനിർത്താമെന്നാണ് CPM കരുതുന്നത്. ഈ ആര്യ രാജേന്ദ്രനെ മേയറായിട്ട് സഹിക്കാൻ കഴിയുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഈ MLA ആക്കി കൊണ്ടുവരിക? ഈ മേയറുടെ ഭർത്താവ് ബാലുശ്ശേരി MLA ആണ്. ഈ മേയറുടെ ഭർത്താവ് ആയതുകൊണ്ട് സച്ചിൻ ദേവിന്റെ അവിടുത്തെ പേരും പോയി കിടക്കുകയാണ് മേയർ കാരണം. അപ്പം ബാലുശ്ശേരിയുടെ
കാര്യവും പിന്നെ 2026 ഏതാണ്ട് ഈ ആര്യ രാജേന്ദ്രനിലൂടെ ഒരു തീർപ്പായിരിക്കുകയാണ്. അപ്പോൾ ഒരു ഭാഗത്ത് നല്ല നിര കോൺഗ്രസ്സുകാർ ഇറക്കുന്നുണ്ട്, അഭിജിത്ത്, PC വിഷ്ണുനാഥ്, അതുപോലെ കഴക്കൂട്ടം മണ്ഡലത്തിൽ അഖിലിനെയാണ് ഇറക്കാനായി കോൺഗ്രസ് ഇറക്കുന്നത്. അങ്ങനെയുള്ളവരെ കൊണ്ടുവരുമ്പോൾ ഇവിടെ CPM-ല് ചാവേറുകളെ ആണ് ഇറക്കുക എന്നുള്ളതാണ്. കോൺഗ്രസ് തിരിച്ചിട്ടുണ്ട്, ജയസാധ്യത ഉറപ്പുള്ള, ജയിക്കാൻ സാധ്യത ഇങ്ങനെ 3ആയിട്ട് അവർ വിഭജിച്ചുകൊണ്ടാണ് പ്രവർത്തനം നടത്തുന്നത്. എന്തായാലും കോൺഗ്രസ് ഒന്ന് ഊർജ്ജസ്വലരായി മാറിയിട്ടുണ്ടെന്നുള്ളതാണ് തെളിയുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.